മോനെ രാവിലെ പെണ്ണ് കാണാൻ പോയിട്ട് ഇഷ്ടമായോ? നല്ല കുട്ടിയാണോടാ? മോക്കും മുടിയൊക്കെ ഉണ്ടോ? എടാ നിന്റെ കൂടെ വന്ന അമ്മാവനും അമ്മായിയൊക്കെ എന്തി? അവരൊക്കെ വീട്ടിലേക്ക് പോയി. പെൺകുട്ടി സൂപ്പർ. പക്ഷേ അവളുടെ അച്ഛൻ പറഞ്ഞു സർക്കാർ ഉദ്യോഗസ്ഥർക്ക് മാത്രമേ പെണ്ണ് കൊടുക്കുള്ളൂ. നീ റാങ്ക് ലിസ്റ്റിലുണ്ട്, ഉടൻ നിയമനാകുമെന്ന് നിനക്ക് പറയാൻ പാടില്ലായിരുന്നോ? നിയമനമാകട്ടെ, എന്നിട്ട് ആലോചിക്കാം എന്നായിരുന്നു മറുപടി. ഞാൻ മടുത്തമ്മേ, 40ാമത്തെ പെണ്ണുകാണല ഇന്ന് നടന്നത്. എനിക്കിനി കല്യാണമൊന്നും വേണ്ടമ്മേ. ഞാൻ നിങ്ങളുടെ കൂടെ എങ്ങനെയും കഴിഞ്ഞോളാം. മോനെ നീ അങ്ങനെയൊന്നും പറയരുത്. സമയമാകുമ്പോൾ എല്ലാം നടന്നോളും. ഈ താലികെട്ടും വീട് പണിയൊക്കെ ഉണ്ടല്ലോ, അത് പൈസ ഉണ്ടെങ്കിലും നടക്കാറില്ല. അതൊക്കെ ദൈവനിശ്ചയമാണ്. അമ്മ എന്നും പന്നിക്കോട്ട് അമ്പലത്തിലേ മോന് വേണ്ടി വഴിപാടും പൂജയൊക്കെ കഴിക്കാറുണ്ട്. ദേവി നമ്മളെ കൈവിടില്ലടാ. ഓ പിന്നെ ദേവി വേറെ പണിയില്ല. ആൻറ്റി, മോളേതാ? എന്തിനാ വന്നേ? ഞാൻ വാട്ടർ അതോറിറ്റിയിൽ നിന്ന് റീഡിംഗ് എടുക്കാൻ വന്നതാ. മോനെ ഒന്നിങ്ങി വന്നേടാ. എന്താ അമ്മേ, എന്തിനാ വിളിച്ചത്? എടാ ആ കൊച്ചിന് ആ മീറ്റർ ഒന്ന് കാണിച്ചു കൊടുത്തേ. രാഹുൽ, ഇത് നിന്റെ വീടാണോ? മഴനിലാവിൻ്റെ ചിറകുകളിൽ കുളിരായി വരുമോ, ഒഴുകുമീ രാഗവേദനയിൽ ഹൃദയം തരുമോ, ഇരുളിലെരിയും തിരിയായി വിരഹമൊരുകും മിഴിയായി തേങ്ങുന്നു ഞാൻ എവിടെ നീ, മഴനിലാവിൻ്റെ ചിറകുകളിൽ കുളിരായി വരുമോ, ഒഴുകുമീ രാഗവേദനയിൽ ഹൃദയം തരുമോ. നിന്റെ ആങ്ങളമാരുടെ കൈ തല്ലിയൊടിച്ചതിന് ശേഷം പിന്നെ നിന്നെ പറ്റി ഒരു വിവരം ഉണ്ടായില്ല. ഞാൻ ഒരുപാട് അന്വേഷിച്ചു. ആ സംഭവത്തിന് ശേഷം പിന്നെ എൻ്റെ വീട്ടുകാരെന്നെ പുറംലോകം കാണിപ്പിച്ചില്ല. നിർബന്ധിച്ച് എന്നൊരു വിവാഹം കഴിപ്പിച്ചു. ഒരു മോനുണ്ട്. പിന്നെ ചേട്ടൻ ഒരു ബൈക്ക് ആക്സിഡന്റ് മരിച്ചുപോയി. ജോലി, ഞാൻ എന്തൊക്കെ കേൾക്കുന്നത്. ഇപ്പം എവിടെയാ താമസം? അന്ന് നമ്മുടെ വിവാഹത്തിന് എതിർത്തവരാരും ഒന്ന് തിരിഞ്ഞു നോക്കുന്നു പോലുമില്ല.
ഞാനും മോനും ഇപ്പൊ ഒരു വാടക വീട്ടിലാ. നിന്റെ അവസ്ഥ കേട്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. മോനിപ്പോൾ എത്ര വയസ്സായി? എന്താ മോൻ്റെ പേര്? അവന് 4 വയസ്സായി. അവന്റെ പേര് രാഹുൽ. നിന്റെ ഫാമിലി? എനിക്കെന്ത് ഫാമിലി? ഞാനും എൻ്റെ അച്ഛനമ്മയും മാത്രം. ജൂലി പോവല്ലേ? ജൂലി, ഒരു കാര്യം പറയണം ജൂലി. മോനെ, ആ പോയതേ മീറ്റർ റീഡിംഗ് എന്ന പെണ്ണല്ലേ? അമ്മേ, അതാണ് എൻ്റെ ജൂലി. ജൂലിയോ? ആ പെണ്ണ്? അമ്മേ, അവളുടെ ഭർത്താവ് മരിച്ചുപോയി. ഒരു കുട്ടിയുമുണ്ട്. അവരാരും ഇല്ലാതെ കഷ്ടപ്പെടുകയാണ്. ദേ, അവളായി അവിടെ പാടായി. നീ അതൊന്നും ഓർത്ത് തലമുണ്ടാക്കണ്ട. അവിടെ കാര്യം നോക്കാനേ ആങ്ങളമാരുണ്ട്. അമ്മേ, അവൾ എൻ്റെ അല്ലേ അമ്മേ? ആ കുഞ്ഞ് എനിക്ക് ജനിക്കേണ്ടതല്ലായിരുന്നു അമ്മേ? ജൂലി നല്ല നിലയിൽ കഴിയുന്നെന്ന് ഞാൻ കരുതിയിരുന്നത്. എടാ ചെറുക്ക, അതും ഇതും ഒന്നും പറയണ്ട. ദേ, അച്ഛനകത്തുണ്ട്. വേണ്ടാത്ത ഒന്നും ആലോചിച്ച് മനസ്സ് മുണ്ടാക്കണ്ട. അച്ഛൻ അറിഞ്ഞാൽ നിന്നെ വെട്ടിയരിയും. നല്ലൊരു ആലോചനയായിട്ടെ ശിവൻകുട്ടി വന്നിട്ടുണ്ട്. ഹൈസ്കൂളിലെ ടീച്ചറാ. അച്ഛനും അമ്മയ്ക്കും ഒറ്റ മോളാ. എടാ അച്ഛൻ എന്താടാ
കുറെ നേരമായാലും രണ്ടുപേരും കൂടി അംഗം വിട്ട്. ഇവനെ പണ്ട് ഒരു നസ്രാണി പെണ്ണിനെ പ്രേമിച്ചതിന് ആങ്ങളമാരെല്ലാരും കൂടി കൈ തല്ലി ഒഴിച്ചത് ഓർമ്മയുണ്ടോ? ഇപ്പോഴേ കെട്ടിയോനും ചത്ത് ഒരു പുള്ളയുമായി ആരോരുമില്ലാതെ വാടക വീട്ടിൽ കഴിയും അവള്. അതിന് സങ്കടത്തിലായി ഇവൻ. അച്ഛാ, അവളുടെ കാര്യങ്ങളെല്ലാം അവൾ എന്നോട് പറഞ്ഞു. ആരുമില്ലാത്ത അവൾക്ക് ഞാനൊരു ജീവിതം കൊടുത്തോട്ടെ. നീ എന്തൊക്കെയാണ് ചെറുക്കായി പറയുന്നത്? ഇതെന്റെ നാക്ക് ചൊറിഞ്ഞു വരുന്നുണ്ട്. രണ്ടാം കെട്ടുകാരിയായ മാപ്പിളേച്ച ഈ പടി ചവിട്ടാ ഞാൻ അനുവദിക്കല. പോരാഞ്ഞിട്ട് ആർക്കോ ജനിച്ച ഒരു അശ്ലീകരം. ശബ്ദിച്ചു പോകരുത്. നിന്റെ അച്ഛനും അമ്മയും ഒരേ ജാതിയിൽപ്പെട്ടവരാണോ? ജാതിയോ മതമോ വർഗമോ വർണ്ണമോ ഒന്നുമല്ല ഇവിടുത്തെ കാര്യം. ഈ ഭൂമിയിൽ ജൂലി നിനക്കായി ജനിച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രപഞ്ചത്തിലെ എല്ലാ അട്ടഹാസങ്ങളെയും നിഷ്ക്രിയമാക്കിക്കൊണ്ട് അവൾ നിന്റേതായി മാറും. അത് ദൈവനിശ്ചയം. രാഹുലേ, അച്ഛാ, ജീവിതകാലം മുഴുവൻ അവളെയും കുഞ്ഞിനെയും സംരക്ഷിക്കാൻ നീ തയ്യാറാണെങ്കിൽ വിളിച്ചോണ്ട് പാടാ അവളെ. നിനക്ക് നിന്റെ അപ്പനുണ്ട്. പാറു, അവളെയും കുഞ്ഞിനെയും 5 തിരിയിട്ട നിലവിളക്ക് കയ്യിൽ കൊടുത്ത് സ്വീകരിക്കാൻ നീ തയ്യാറാണോ? മകളായി സ്വീകരിക്കാൻ നിനക്ക് മടിയുണ്ടോ? ഇല്ലെങ്കിൽ പറയൂ, ഞാൻ കൊടുക്കാം. ഇല്ല ഇല്ല, ഞാൻ കൊടുത്തോളാം. ജൂലിയാ വിളിക്കുന്നത്.